ഞാനിപ്പോ സംസാരിക്കുന്നതും കമ്പനിക്ക് വേണ്ടി തന്നെയാ. കൂട്ടത്തിൽ ഒരാളുടെ കല്യാണമാണ്. അതിൽ പങ്കെടുക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടോ? അനുവദിച്ചില്ലെങ്കിൽ അത് മാനേജ്മെന്റിനോടുള്ള വിരോധത്തിന് കാരണമാവും. അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും. അതുകൊണ്ട് അവർക്ക് മാരേജിന് പോകാനുള്ള പെർമിഷൻ കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കരുണാകരൻ സാറിനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ടാ സാറിനോട് പറയാന്ന് വെച്ചത്. പുതിയ ഓർഡർ വന്നിട്ടുണ്ടോ? ആ ഉണ്ട് സർ. അരവിന്ദ് തന്നെ ഇൻഫോം ചെയ്തില്ല. എപ്പോഴും ഓർഡർ വന്നേ? ഇന്ന്. എത്ര യൂണിറ്റ്? 200 യൂണിറ്റ് സർ. ഓ, 200 യൂണിറ്റ് തരാൻ എത്ര ടൈം എടുക്കും? ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്താൽ ഒരു 24 hours മിനിമം വേണ്ടിവരും. എത്ര അർജന്റ് ഓർഡർ ആണെങ്കിലും കൂട്ടത്തിൽ ഒരാളുടെ കല്യാണമല്ലേ, പോകാൻ പാടില്ലെന്ന് പറയാൻ കഴിയോ? ക്ലയൻസിനോട് ഞാൻ സംസാരിച്ചോളാം. രേവതിയുടെ കല്യാണത്തിന് പോകാനുള്ള പെർമിഷൻ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. താങ്ക് യു സർ. ഇക്കാര്യം സാർ തന്നെ അവരോട് പറഞ്ഞാൽ എല്ലാവർക്കും അത് സന്തോഷമാകും. ഷുവർ, വരും. പാവം കൂട്ടുകാരുടെ കല്യാണത്തിന് പോകാൻ മുട്ടി നിൽക്കുക. ജോലിക്കാർക്ക് വേണ്ടി വാദിക്കുന്നൊരു സൂപ്പർവൈസർ. എന്തൊരു നല്ല മനുഷ്യനെന്നല്ലേ ഇപ്പൊ നിന്റെ മനസ്സിൽ. എന്നാ നീ മനസ്സിലാക്കിക്കോ, നീ അവന്റെ ട്രാപ്പില. ഇതൊക്കെ ഒരു നാടകമടി മോളെ, നാടകം. കരുണാകരൻ സാർ, എന്താ പ്രശ്നം? പ്രശ്നം കൈലാഷ് തന്നെയാ. കരുണാകരൻ സാർ എന്ത് പറഞ്ഞാലും ഒരക്ഷരം പോലും എതിർത്ത് പറയാതെ അനുസരിച്ചിരുന്നവരാ. ഇപ്പൊ ഇവർക്കാർക്കും കരുണാകരൻ സാറിനെ അനുസരിക്കാൻ മനസ്സില്ല. എന്താ കാരണമെന്ന് അറിയോ? കൈലാഷ് ഇവരുടെ കൂടെ നിൽക്കുമെന്ന് ഇവർക്കറിയാം. ഞാൻ വ്യക്തിപരമായി ആരെ സപ്പോർട്ട് ചെയ്യാറില്ല. ആരുടെ ഭാഗത്താ ശരിയെന്നേ ഞാൻ നോക്കാറുള്ളൂ. കരുണാകരൻ സാർ ശരിയായിട്ടെ, ഞാൻ കരുണാകരൻ സാറിന്റെ കൂടെ നിൽക്കാം. അല്ലാതെ പ്രൊഡക്ഷൻ ചീഫ് ആയതുകൊണ്ട് എന്ത് ചെയ്താലും സമ്മതിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിനെന്നെ കിട്ടില്ല. കരുണാകരൻ സാർ തെറ്റൊന്നും ചെയ്തിട്ടില്ല കൈലാഷ്. ചില ഓർഡർ പെട്ടെന്ന് അയക്കേണ്ടി വരും. അപ്പോ ഓവർ ടൈം ജോലി എടുക്കേണ്ടി വരും. രാത്രിയും അവധി ദിവസങ്ങളിലും എല്ലാം ജോലി ചെയ്യേണ്ടി വരും. അത് ഈ ഗാർമെന്റ്സിൽ മാത്രമല്ല, എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങളാ. അതിന് ഡബിൾ സാലറിയാ. സാലറിയുടെ പ്രശ്നമല്ല സർ, രേവതിയുടെ കല്യാണം ആയതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് വന്നിട്ട് വേണമെങ്കിൽ ഊണും ഉറക്കവും കളഞ്ഞ് 24 മണിക്കൂറും ഞങ്ങൾ എല്ലാവരും ജോലി ചെയ്യാം. കൈലാഷ് സാറേ, എനിക്ക് ഇവരെ പോലെ ചിന്തിക്കാൻ കഴിയില്ല. കമ്പനിയുടെ കൂടെ ഒന്നും ചിന്തിക്കാനേ എനിക്ക് കഴിയും. 200 യൂണിറ്റേ ഒരു ചെറിയ ഓർഡർ ഒന്നുമല്ല. അവരാവശ്യപ്പെട്ട സമയത്ത് കൺസൈൻമെന്റ് അയച്ചില്ലെങ്കിലേ കമ്പനിക്ക് ഒരു കസ്റ്റമർ നഷ്ടപ്പെടും. രേവതിയുടെ കല്യാണത്തെക്കാളും എനിക്ക് വലുതേ കസ്റ്റമറും ഈ ഗാർമെന്റ്സിന്റെ നിലനിൽപ്പുവാ. സൺഡേ വർക്ക് ചെയ്ത് 200 യൂണിറ്റ് ഇവര് ഫിനിഷ് ചെയ്ത് തന്നേ പറ്റൂ. കരുണാകരൻ സാർ, എന്നെ ഒന്ന് പറയാൻ അനുവദിക്കൂ. മുക്ത, അരവിന്ദ് എവിടെ? ഇൻഫോം ചെയ്തിട്ടുണ്ട്, ഇപ്പൊ വരും. എന്താ കൈലാഷ്, ജോലിക്കാരും സഹകരിക്കുന്നില്ലെന്ന് മുക്ത വിളിച്ചു പറഞ്ഞു. എന്താ ഇവരുടെ പ്രശ്നം? അരവിന്ദ്, പുതിയൊരു ഓർഡർ കളക്ട് ചെയ്യുമ്പോൾ അത് ചെയ്തു കൊടുക്കാനുള്ള ടൈം കൂടി ചോദിക്കണ്ടേ? 200 യൂണിറ്റ് ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് അത് പോസിബിൾ ആണെന്ന് അരവിന്ദിന് തോന്നുന്നുണ്ടോ? ഞാൻ ടൈം ചോദിച്ചതാ, പക്ഷെ അവിടെ ഫെസ്റ്റിവൽ സീസണാ. എത്രയും വേഗം കിട്ടിയാലേ അവർക്ക് അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാരും നാളെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കൺസൈൻമെന്റ് അയക്കാൻ പറ്റുമെന്ന് കരുണാകരൻ സാർ മുക്തയും പറഞ്ഞല്ലോ. ഇവർക്കാർക്ക് നാളെ വർക്ക് ചെയ്യാൻ കഴിയില്ല അരവിന്ദ്. അത് തൊഴിലാളികൾ സഹകരിക്കുന്നില്ല എന്ന് മുക്ത പറഞ്ഞു. സഹകരിക്കാത്തതല്ല, അരവിന്ദിന് രേവതി അറിയില്ലേ? അവളുടെ കല്യാണം നാളെ. ഇവർക്ക് കല്യാണത്തിന് പോണം. പോയിക്കോട്ടെ, ലഞ്ച് ബ്രേക്കിന് പോയിക്കോട്ടെ. രേവതിയും കണ്ട് സദ്യയും കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാൽ മതി. അതിനൊരു 2 മണിക്കൂർ പോരെ. എന്നിട്ട് രാത്രി ഒരു 7-8 മണി വരെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 200 യൂണിറ്റ് ഈസി ആയിട്ട് തീർക്കാൻ പറ്റും. കല്യാണം ഇവിടെ വെച്ചല്ല സർ, മൂവാറ്റുപുഴയിൽ വെച്ച്.
ഇവിടുന്ന് 5 മണിക്കൂർ കൂടുതൽ യാത്രയുണ്ട്. മൂവാറ്റുപുഴയിൽ വെച്ചോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഒറ്റ കാര്യം മാത്രമേ ചെയ്യാൻ കഴിയൂ. നിങ്ങൾ ആരും കല്യാണത്തിന് പോകണ്ട. നിങ്ങളാരും കല്യാണത്തിന് പോകണ്ടെന്ന് എനിക്ക് ഇവരോട് പറയാൻ കഴിയില്ല അരവിന്ദ്. അരവിന്ദ് പറയുന്നതും കരുണാകരൻ സാർ പറയുന്നതും നിങ്ങൾ അനുസരിച്ചേ പറ്റുമെന്ന് എനിക്ക് നിർബന്ധിക്കാനും കഴിയില്ല. ഇവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ എനിക്കെന്ത് അവകാശം? ഇവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈ കടത്തണമെന്ന് ഇവിടെ ആർക്കും ആഗ്രഹമില്ല. പക്ഷേ അരവിന്ദ് കൊണ്ടുവന്ന ഓർഡർ അയക്കണ്ടേ? ഇവരുടെ കടുംപിടുത്തത്തിന് വഴങ്ങിയ ഒരു ബിസിനസ് നഷ്ടപ്പെടും, നല്ലൊരു കസ്റ്റമറെ നഷ്ടപ്പെടും. ഇവർ കല്യാണത്തിന് പൊയ്ക്കോട്ടെ, അരവിന്ദ് കൊണ്ടുവന്ന പുതിയ ബിസിനസ് നഷ്ടപ്പെടുകയില്ല. ഇവര് കല്യാണത്തിന് പോയാ പിന്നെ ആര് ജോലി ചെയ്യും? കൺസൈൻമെന്റ് എങ്ങനെ അയക്കും? സൺഡേ അല്ലേ, മറ്റ് ഗാർമെന്റ്സിലെ ജോലിക്കാർ ഓഫ് അല്ലേ? ഡബിൾ സാലറി കൊടുക്കാന്ന് പറഞ്ഞാ അവര് വരും. എത്ര പേര് വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി, ഞാൻ വിളിച്ച് ഏർപ്പാടാക്കാം. അതൊന്നും പോസിബിൾ അല്ല കൈലാഷ്. എന്തുകൊണ്ട് പോസിബിൾ അല്ല? നമ്മുടെ കമ്പനിയുടെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് പുതിയ ആൾക്കാർ വന്നാ പുതിയ ആൾക്കാരല്ല മുക്ത, മറ്റ് ഗാർമെന്റ്സിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാ, ഇവരെ പോലെ എക്സ്പീരിയൻസ് ഉള്ളവര്. പക്ഷേ നമ്മള് ബഡ്ജറ്റ് കൂടി നോക്കണ്ടേ? 2 ഇരട്ടി ശമ്പളം കൊടുത്താ ഈ ഓർഡർ കൊണ്ട് കമ്പനിക്ക് എന്താ പിന്നെ പ്രോഫിറ്റ്? പ്രോഫിറ്റ് ഇല്ലാന്ന് മാത്രമല്ല, ലോസും ആണ്. പ്രോഫിറ്റിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട മുക്ത. നഷ്ടമാണ്, വലിയ നഷ്ടമാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. ഇതിനു മുമ്പ് നമ്മള് ഇവരെ കൊണ്ട് സൺഡേസിലും അവധി ദിവസങ്ങളിലും ജോലി ചെയ്യിപ്പിച്ചിട്ടില്ലേ? ഒരു എതിർപ്പും കാണിക്കാതെ ഇവരനുസരിച്ചിട്ടുമുണ്ട്. രേവതിയുടെ കല്യാണം ഇല്ലായിരുന്നെങ്കിൽ നാളെ ഇവര് നമുക്ക് വേണ്ടി ജോലി ചെയ്താനെ. ഇവര് നമ്മളോട് കാണിക്കുന്ന ആത്മാർത്ഥത നമ്മളും തിരിച്ചു കാണിക്കണ്ടേ? ഈ ലോസ് ഞാൻ സഹിച്ചോളാം. ജോലിക്കാരെ അവരുടെ സൗകര്യത്തിന് വിട്ടിട്ട് കമ്പനി വലിയ നഷ്ടം സഹിക്കാം. കണക്കെടുപ്പ് നടക്കുമ്പോഴേ PK സാർ എന്നോടാ ചോദിക്കുക. ഞാൻ നടന്നതുപോലെ പറയും. അത് കേട്ടിട്ട് കൈലാഷ് സാറേ എന്നെ നേരെ മുഖം കറുപ്പിക്കരുത്. ഡാഡി നിങ്ങളോട് ആരോടും ചോദിക്കില്ല. എല്ലാ കുറ്റവും ഞാൻ ഏറ്റെടുത്തോളാം. നഷ്ടത്തിന്റെ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുത്തോളാം. സർ, കൈലാഷ് സാറും മുക്ത മേഡവും കരുണാകരൻ സാറും അരവിന്ദ് സാറും ഒക്കെ ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ ഇടയിൽ കയറി ശല്യം ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. കൈലാഷ് സാർ സമ്മതിക്കുകയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ പ്രിയൻ. സാറിനോടല്ല, ഇവരോട്.